ഹലോ, അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബുക്കാണ്. നമുക്കൊരു ജേർണലിംഗ് നോട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഓർത്തു ഞാൻ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വരയുള്ള പേപ്പറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് അടക്കാം. ആദ്യം തന്നെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. അതിന് വൈറ്റ് പേപ്പറിന് നമുക്ക് ഇങ്ങനെ രണ്ടാക്കി മടക്കണം. കണ്ടതാ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. രണ്ടാക്കി മടക്കിയതിന് ശേഷം ഈ നോട്ടിന് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് കണ്ടോ, ഈ നോട്ടിന് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് അളവാണ് എന്നൊക്കെ നോക്കി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഇങ്ങനെയാണ് നോട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിനെ ഒട്ടിച്ച് കൊടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഫസ്റ്റ് പേജിലോട്ട് കുറച്ച് പശേനെ തേച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് അധികം പശ തേക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഒട്ടിയിരിക്കാനാണ്. കണ്ടോ, നല്ല രീതിയിൽ പശേനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഈ വൈറ്റ് പേപ്പറിനെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ ബുക്കിൻ്റെ പുറം പേജ്. ഇനി നമുക്ക് കുറച്ച് ഡിസൈൻ ചെയ്യാം. ഞാൻ ഇവിടെ എടുക്കുന്നത് ബ്ലൂ പെയിൻ്റാണ്, ലൈറ്റ് ബ്ലൂ. എൻ്റെ അടുത്ത് ഓൾറെഡി ലൈറ്റ് ബ്ലൂ പെയിൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ബ്ലൂ പെയിൻറ്റ് എടുക്കുന്നത്. നിങ്ങളുടെ ലൈറ്റ് ബ്ലൂ പെയിൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈറ്റ് ബ്ലൂ പെയിൻറ്റ് ഇല്ലെങ്കിൽ കടുനീലയിലോട്ട് കുറച്ച് വൈറ്റ് മിക്സ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇങ്ങനത്തെ പെയിൻറ്റ് ബ്രഷാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നല്ല ലൈറ്റ് ബ്ലൂ കളറാണ്. ഓക്കെ, ഇനി ഞാൻ ഡിസൈൻ ചെയ്ത് വെക്കാം. ഞാൻ ഇവിടെ ഗ്രിഡ് ലൈൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. ഇങ്ങനെ ആദ്യം കുറച്ച് ഇങ്ങനത്തെ വര വരയ്ക്കുക. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ കുറേ ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇങ്ങനെ നീളത്തിലുള്ള ലൈൻ വരച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ആദ്യം ചരിച്ച് വരച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ നീളത്തി വരച്ച് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നീളത്തിൽ വരച്ച് കൊടുക്കണം. ഓഫാക്ക്, മറ്റേ സാധനം ഓഫാക്ക്. അത് നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒക്കത്തോട്ട് കുറച്ച് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഞാൻ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ സ്റ്റിക്കർ പോട്ടാണ്. നമുക്കതിന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുണ്ടോ, ഇതിൽ ഞാനിപ്പം കുറച്ച് സ്റ്റിക്കറേ ഇട്ടിട്ടുള്ളൂ. ഉണ്ടായിരുന്ന സ്റ്റിക്കർ ഞാൻ ജേർണലിങ്ങിന് എടുത്തു. അതുകൊണ്ട് നമുക്ക് വലിയ സ്റ്റിക്കേഴ്സൊന്നും ഇല്ല, മൊത്തം കുഞ്ഞ് സ്റ്റിക്കേഴ്സാണ്. അതിനകത്ത് നമുക്ക് കുറച്ച് സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കാം. ഞാനത് ഈ ഒരു സ്റ്റിക്കറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്.
ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ബുക്ക് റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. ബൈ.